ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മളെ പൗലോസ് ചേട്ടന്റെ തട്ടിപ്പും കള്ളത്തരവും ഒക്കെ ഏതാണ്ടൊക്കെ നമ്മളെ അലീനെ പിടിച്ചടക്കുന്ന ഒരു മട്ടിലാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സാധനങ്ങൾ പൗലോസ് ചേട്ടൻ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. പച്ചക്കറിക്കൊന്നും യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും അതിനവിടെ വിള്ളലുണ്ട്, ഇവിടെ കുത്തുണ്ട്, കോമയുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പച്ചക്കറി ഒഴിവാക്കി കൊട്ടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അലീനയ്ക്ക് സഹിക്കുന്നില്ല. കാരണം അവൾക്ക് ഈ ഭക്ഷണത്തിന്റെ വിലയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര അങ്ങോട്ട് പൊറുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത്രയും പച്ചക്കറിയൊക്കെ എന്തിനാ വേസ്റ്റ് ആക്കി കളയുന്നതെന്ന്. അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, കേണൽ സാറിന് തലേ ദിവസത്തെ പച്ചക്കറി ഒന്നും ഇഷ്ടമല്ല, എല്ലാം ഫ്രഷ് ആയിട്ട് വേണമെന്ന്. എന്നാൽ പിന്നെ ആവശ്യത്തിനുള്ളത് വാങ്ങിയ പോരെ, ഇത്രയും സാധനം വേസ്റ്റ് ആക്കണോ, എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സാധനവും കേണൽ സാർ കഴിക്കത്തില്ല. കേണൽ സാർ പിന്നെ അത്ര പിഷ്കനൊന്നും അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അടുക്കള ഒന്നുകൂടി പരതി നോക്കിയപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സും ഇതേമാതിരി വേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ചോദിച്ചു, ഇതെന്താ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ബാക്കി വെച്ചിരിക്കുന്നത്, പഴമൊക്കെ എന്താ ഒഴിവാക്കി വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോഴും പറയുന്നത് അതൊക്കെ ഇന്നലത്താണ്, അതൊന്നും ഇന്ന് പറ്റില്ല, അതൊന്നും കേണൽ സാറിന് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവിടെ പണിയെടുക്കുന്ന ജോലിക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഞ്ചി നീട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ എടുത്തു വെച്ച പച്ചക്കറി മുഴുവൻ അവൾ സഞ്ചിയിലിട്ട് കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ സ്ഥിരം പരിപാടി എന്നുള്ളത് അന്നാണ് മനസ്സിലാവുന്നത്. ആ ബാക്കി വന്ന പച്ചക്കറിയൊക്കെ അവൾ എടുക്കുന്നുണ്ട്. അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം പൗലോസ് ചേട്ടനാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ആടുകൾക്ക് കൊടുക്കുക, അവിടെയുള്ള മറ്റ് ജീവികൾക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പോരാത്തതിന് ഫ്രിഡ്ജിൽ നിന്ന് ബിരിയാണി, ചോറ് അതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതും അവിടെയുള്ള ആടുകൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മലീന, അവിടെയുള്ള പട്ടികൾക്ക് കൊടുക്കാലോ എന്ന്. അപ്പൊ ഇവിടുത്തെ പട്ടി ഇതൊന്നും കഴിക്കില്ലേ പൗലോസ് ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പട്ടി ഇതൊന്നും കഴിക്കില്ല, ഇവിടുത്തെ പട്ടിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. പൗലോസ് ചേട്ടൻ്റെ അടുത്ത് ഏറ്റുമുട്ടിയാലോ എന്ന് വരെ അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വല്യപ്പച്ചനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും വല്യപ്പച്ചൻ അവിടെ കലണ്ടർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ അടുക്കളയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, വല്യപ്പച്ചന് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ എന്താ പാചകം നടക്കുന്നു, പിന്നെ പൗലോസ് ചേട്ടൻ നടക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആക്കി അവിടെ കളയുന്നുണ്ട്. പക്ഷേ സാധനത്തിനൊന്നും യാതൊരുവിധ കേടൊന്നുമില്ല, അത് ഇവിടുത്തെ ജോലിക്കാരിയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും മോള് നോക്കണ്ട, കേണൽ സാറിന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വേണം, അതുകൊണ്ടാണ്, അല്ലാത്ത വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ വെറുതെ ഇത്രയും സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അനാഥാലയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഇന്ന് കൊണ്ടുതരുമോ നാളെ കൊണ്ടുതരുമോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ എത്രയെത്രയോ ജീവനുകൾ ഇന്നും ഉണ്ട്, പട്ടിണി കിടന്ന് എത്രയെത്രയോ ആളുകൾ മരിക്കുന്നു. ഇതൊന്നും ആലോചിക്കാതെയാണ് ഇവിടെ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ കേടുവരുത്തിയിടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവള്. അതൊന്നും മോളെ നീ നോക്കണ്ട, കേണൽ സാറിന് ഇപ്പം മട്ടൺ വേണം, ഇപ്പം ചിക്കൻ വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ മുന്നിൽ റെഡിയായി വെക്കണം, അതൊക്കെ പൗലോസ് ചെയ്യുന്നില്ല. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് എന്തായാലും ഇവരോട് ഏറ്റുമുട്ടിയേ മതിയാവുള്ളൂ, കാരണം ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ല എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ. എത്രയോ കുട്ടികൾ അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ വിശന്ന് മരിക്കുന്നുണ്ട്. അവരെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമുക്കിങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കത് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല എന്നൊക്കെ അവളിങ്ങനെ വല്യപ്പച്ചൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചനാണെങ്കിൽ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, കേണൽ സാറിന് എല്ലാം അതിൻ്റെ കൃത്യതയിൽ വേണം, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്, നീ വേണ്ടാത്ത പണിക്കൊന്നും പോയി നിൽക്കല്ലേ. പിന്നെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ അനാഥാലയത്തിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, അത് നീ വിട്ടേക്ക്. നീ നിന്നെ തന്നെ കുറച്ച് കാണിക്കുന്നത് എന്തിനാ? ഇവിടുത്തെ പണിക്കാരുടെ അടുത്തുനിന്ന് നീ അനാഥാലയത്തിലാണ് ഇത്രയും കാലം വളർന്നതെന്ന് നീ പറയുമ്പോൾ അത് നിനക്ക് തന്നെയല്ലേ കുറച്ചിൽ എന്നൊക്കെ വല്യപ്പച്ചൻ അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവൾ പറയുന്നത്, എനിക്കത് ഒരിക്കലും ഒരു കുറച്ചിലല്ല, കാരണം 23 വർഷങ്ങൾ ഞാൻ അവിടെയാണ് ജീവിച്ചത്, ഞാൻ പിച്ച വെച്ചത് അനാഥാലയത്തിൻ്റെ മുൻപിലാണ്, പിന്നെ ഞാൻ എങ്ങനെ അതൊരു കുറച്ചിലായിട്ട് കാണും? അതുകൊണ്ട് എനിക്ക് അനാഥാലയം എന്ന് പറയുന്നത് യാതൊരുവിധ കുറച്ചിലും, ഞാൻ എവിടെ വേണമെങ്കിലും പറയും ഞാൻ അനാഥ മന്ദിരത്തിൽ നിന്ന് വന്നവളാണെന്ന്, അതിനൊന്നും എനിക്ക് യാതൊരുവിധ കുറവുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഈ ചോദ്യങ്ങൾക്കും പറച്ചിലിനും മുന്നിൽ വലിയപ്പച്ചൻ വരെ ആരുമല്ലാതായി തീർന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവൾ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ തിരിച്ചും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ല, പക്ഷേ ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തേ സ്റ്റാലിനി പപ്പയ്ക്ക് നിങ്ങളോട് ഇഷ്ടമൊന്നുമില്ലേ അലീന ചേച്ചിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാലിനി പപ്പയ്ക്ക് എന്നെ വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഞാൻ അയാളുമായിട്ട് ഏറ്റുമുട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ എനിക്കിവിടെ ഏറ്റവും വലിയ കൂട്ട് വലിയപ്പച്ചനാ, അയാൾക്ക് എന്നെ ഭയങ്കര കാര്യമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ.
വലിയപ്പച്ചൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്ടോ. ഇവിടെ സാധനങ്ങൾക്കൊന്നും യാതൊരുവിധ വിലയുമില്ല. ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജോലിക്കാരിയുടെ സഞ്ചിയിലേക്കാണ് കൂടുതൽ കാര്യങ്ങളും പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള വിശേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ അടുക്കളയിൽ പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഡ്രൈവർ വാങ്ങിച്ചു കൊണ്ടുവന്ന അന്നത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ട്ടോ. പച്ചക്കറി അതുപോലെ തന്നെ മീനെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എത്ര കിലോനുണ്ട്, ഇതിന് എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. എന്തായാലും വലിയൊരു മീനാണ്, വലിയ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. 2 കിലോ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നൊക്കെ പൗലോസ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ട്ടോ. മുറിച്ചു കഴിഞ്ഞാൽ അതൊരു 1 കിലോനായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. അത് അവൾക്ക് അത്ര പിടിച്ചില്ല. എങ്ങനെ 2 കിലോ മീൻ മുറിച്ചു കഴിഞ്ഞാൽ 1 കിലോനായിട്ട് മാറുക? ഒരു 200 ഗ്രാം എങ്ങാനും അതിൽ കുറഞ്ഞേക്കാം. പക്ഷെ ഇത്രയും 1 കിലോനൊക്കെ എങ്ങനെ ഒറ്റയടിക്ക് കുറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും പൗലോസ് ചേട്ടനൊന്ന് എൻ്റെ മുന്നിൽ നിന്ന് മീൻ മുറിച്ച് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ട്ടോ. എനിക്കൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് ചേട്ടൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവളുടെ മുന്നിൽ കൊച്ചാവാൻ വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഡ്രൈവർ പറയുന്നുണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, എന്തായാലും പൗലോസ് ചേട്ടൻ മീൻ മുറിക്കി എന്ന് പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ പൗലോസ് ചേട്ടൻ മീൻ മുറിക്കുന്നുണ്ട്. മീൻ മുറിക്കുന്നത് തന്നെ ആ മീനിൻ്റെ ഒരു തലയുടെ ഭാഗത്തുനിന്ന് ഒരു പകുതിയോളം മാറ്റി വെക്കുന്നുണ്ട്. അതായത് വെട്ടി ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാൽ കഷ്ണത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് വെട്ടി ഒഴിവാക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വരികയാണ്. കാരണം ഒരു മീനിൻ്റെ പകുതി മുക്കാൽ ഭാഗം തന്നെ വേസ്റ്റ് ആക്കിയിട്ടാണ് കളയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും ഭാഗം എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന്. കേണൽ സാറിന് വാലും തലയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ പൗലോസ് ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടാവും ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം, അതായത് ഞാനിവിടെ താമസിക്കുന്നിടത്തോളം കാലം എന്തായാലും ഈ രീതികളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പൗലോസ് ചേട്ടൻ്റെ ഈ രീതികളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ശകാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പൗലോസ് ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതോ പറയുന്നതോ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. കൊച്ചിൻ്റെ പണി എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് കേണൽ സാർ വന്ന് പറഞ്ഞാൽ പോലും ഞാനിത് എതിർക്കുന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അലീന ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം അവൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഇല്ലായ്മകൾ പഠിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ വന്ന വഴി അവൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ രീതികളും അവിടുത്തെ ഇത്രയും കാലം അയാൾ, അതായത് പൗലോസ് ചേട്ടനും അവിടുത്തെ പണിക്കാരൊക്കെ ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോയത് നല്ല രീതിയിലല്ലാന്ന് നമ്മൾ അലീന കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം കേണൽ സാറിന് അത്രയും പണവും സമ്പാദ്യവും ഉള്ളത് കൊണ്ട് തന്നെ ഇവരത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. പിന്നെ പപ്പയാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാരണം അയാൾക്ക് നേരത്തിന് ഭക്ഷണം അതുപോലെ തന്നെ നല്ല നല്ല ആഹാരങ്ങൾ കിട്ടണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അയാൾ അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ലതാനും. പക്ഷേ അലീനയ്ക്ക് അങ്ങനെയല്ല. അവൾ എവിടെയും ആത്മാർത്ഥത പുലർത്തുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അടുക്കളയിലേക്കുള്ള ഈ നുഴഞ്ഞുകയറ്റം അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതായത് പൗലോസ് ചേട്ടനൊന്നും. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൾ പോയിട്ട് കേണൽ സാറിനോട് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പോയി പറയട്ടെ, എന്നാ നടക്കുന്നത് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കേണൽ സാറിന് തന്നോട് ഭയങ്കര വിശ്വാസമുള്ള രീതിയിലാണ് പൗലോസ് ചേട്ടൻ സംസാരിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ ഇതിൻ്റെ പേരിൽ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ പൗലോസ് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ അലീനയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് കേണൽ സാർ അറിയുന്നുണ്ട്. പക്ഷേ കേണൽ സാർ ഒരിക്കലും നമ്മുടെ അലീനയുടെ ഭാഗത്ത് നിൽക്കാൻ പോകുന്നില്ല, പൗലോസ് ചേട്ടൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ അതിൻ്റെ കഥയൊക്കെ കണ്ടറിയാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.